ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സൈലന്റ് എനിമിയെ കുറിച്ചാണ്. അത് പുവർട്ടി അല്ല, അത് ഡെപ്റ്റ് ആണ്, ദാരിദ്ര്യമല്ല, കടമാണ്. നിങ്ങൾ സ്വൈപ്പ് ചെയ്യാറുണ്ടോ? ബൈ നൗ പേ ലേറ്റർ, നോ കോസ്റ്റ് EMI, ഇതുപോലെയൊക്കെ. ഇത് ട്രാപ്പാണെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ? ഫോമോ, സോഷ്യൽ പ്രഷർ, ഈസി ലോൺസ്, ഇതൊന്നും തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല, മറിച്ച് മോഡേൺ സ്ലേവറിയാണ്. ഒരു 25 വയസ്സുകാരൻ, സാലറി 25,000, ലോൺ 2 lakh, EMI 12,000, റിമൈനിങ് ലൈഫ് അതെന്തായിരിക്കും? സ്ട്രെസ് ആയിരിക്കും. ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും എന്ന് അറിയണ്ടേ? മെന്റൽ സ്ട്രെസ്. ഓരോ മാസവും സാലറി കിട്ടുമ്പോഴേക്കും EMI കൊടുക്കണം, മറ്റ് ചെലവുകൾ, ഇതൊക്കെ ഓർത്തിട്ട് മെന്റൽ സ്ട്രെസ്. അവിടെ കരിയറും സ്റ്റക്കാവും. കൂടുതൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ, കരിയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, പഠിക്കാൻ, ഇതിനൊന്നും മാനസികമായി തയ്യാറാവില്ല. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിനോ സേവിങ്സിനോ ഒന്നും തികയുമേ. ഇവിടെ ആ വ്യക്തി ജോലി ചെയ്യുന്നത് ബാങ്കിന് വേണ്ടിയാണ്, EMI അടച്ചു തീർക്കുക, അല്ലാതെ അയാൾക്ക് വേണ്ടിയോ അയാളുടെ കുടുംബത്തിനോ വേണ്ടിയോ ആയിരിക്കില്ല. ഇതിനൊക്കെ എന്താണ് സൊല്യൂഷൻ അല്ലേ? നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്നും സേവ് ചെയ്യാൻ, എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ. അതുപോലെ നമുക്ക് കടങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, പക്ഷേ കടങ്ങളെല്ലാം നമ്മൾ തുടർന്നു കൊണ്ടുപോകാതെ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന കടങ്ങളെല്ലാം നേരത്തെ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സിമ്പിൾ ആക്ഷൻ ആണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ഒരു മൈൻഡ് സെറ്റ് ആണ്. റിച്ച് പീപ്പിൾസ് അവർക്ക് ഒരുപാട് പണം കയ്യിലുള്ളത് കൊണ്ടല്ല റിച്ച് ആവുന്നത്. അവർ കിട്ടുന്നതിൽ നിന്നും ആദ്യം സേവ് ചെയ്യും, അതിനുശേഷം മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ പുവർ മൈൻഡ് സെറ്റ് ഉള്ളവരും കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ആദ്യം സ്പെൻഡ് ചെയ്യും, എല്ലാം കഴിഞ്ഞിട്ട് സേവ് ചെയ്യാമെന്ന് ചിന്തിക്കും. അതൊരിക്കലും നടക്കാറില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ നിങ്ങൾ സേഫ് ആണോ ട്രാപ്പിലാണോ എന്ന്? അതിനായി ഞാൻ ഒരു സെഷൻ ചെയ്യാറുണ്ട്, ഒരു ക്ലാരിറ്റി സെഷൻ. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സെഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. only 999 rupees. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ പോലെ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടോ? എനിക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ താഴെ ക്ലാരിറ്റി എന്ന് കമന്റ് ചെയ്യാം.